കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചൈൽഡ് കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഈ വിധി പ്രകാരം എന്ന് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിക്കുന്നു. ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭാര്യ മരണപ്പെട്ടു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭാര്യ മരണപ്പെടുന്നതിന് മുമ്പായിട്ട് അവർക്ക് ഒരു കുട്ടിയും ജനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ കുട്ടിയുടെ സംരക്ഷണം എന്ന് പറയുന്നത് ഭാര്യയുടെ അച്ഛനും അമ്മയും ഏറ്റെടുക്കുകയും ഈ കുട്ടിയെ കാണുവാനോ താലോലിക്കുവാനോ അല്ലെങ്കിൽ കസ്റ്റഡി ലഭിക്കുവാനോ ഭർത്താവിന് യാതൊരു വിധത്തിലുള്ള പെർമിഷനും ഈ പറയുന്ന ഭാര്യയുടെ അച്ഛനമ്മമാർ കൊടുക്കാത്ത ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കുട്ടിയുടെ കസ്റ്റഡി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭർത്താവ് എന്ത് ചെയ്യുന്നു, കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നു. കേസ് അവസാനം സുപ്രീം കോടതിയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സുപ്രീം കോടതിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞ പോയിന്റ് ഇതാണ്: മുത്തച്ഛനേക്കാളും മുത്തശ്ശിയേക്കാളും കുട്ടിയുടെ മേലെ അവകാശമുള്ളത് പിതാവിനാണ്, കുട്ടിയുടെ പിതാവിനാണ് എന്നുള്ള സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയാണ് കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ സിറ്റുവേഷനിൽ ഭാര്യ മരിച്ച് കുട്ടികൾ അവരുടെ അച്ഛനമ്മയുടെയും കയ്യിൽ കസ്റ്റഡിയിലാക്കി ഭർത്താവിന് കൊടുക്കാത്ത സാഹചര്യമുള്ള ഏതെങ്കിലും ഭർത്താക്കന്മാരുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സമാനമായിട്ടുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു കോടതി വിധി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള പോയിന്റുകൾ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പറയാം. കുട്ടിയിൽ അവകാശം ഉന്നയിക്കാൻ മുത്തച്ഛനും മുത്തശ്ശിക്കും പിതാവിനേക്കാൾ അധികാരമില്ലെന്ന് സുപ്രീം കോടതി വിധിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടിയുടെ അമ്മയുടെ മാതാപിതാക്കളിൽ നിന്നും സംരക്ഷണാവകാശം പിതാവിന് കൈമാറിയാണ് ജസ്റ്റിസുമാരായ BR ഗവായ്, K വിനോദ് ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ചിന്റെ ഉത്തരവ് ഉണ്ടായിട്ടുള്ളത്. ഇത് ഉത്തർപ്രദേശ് സ്വദേശിയായ യുവാവ് നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി തീർപ്പാക്കിയത്. കുട്ടിയുടെ അമ്മ 10 വർഷം മുമ്പ് മരിച്ചിരുന്നു. പിന്നീട് കുട്ടി മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും സംരക്ഷണത്തിലായിരുന്നു. കുട്ടിയുടെ പിതാവ് പുനർവിവാഹം ചെയ്തുവെന്നും ഈ സാഹചര്യത്തിൽ കുട്ടി തങ്ങൾക്കൊപ്പം കഴിയാനാകും താല്പര്യപ്പെടുന്നതെന്നുമായിരുന്നു അവരുടെ അവകാശവാദം. കുട്ടിയെ വിട്ടുകിട്ടാൻ യുവാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി നൽകിയെങ്കിലും അതും തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനെ തുടർന്നാണ് ഇദ്ദേഹം ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിലേക്ക് പോവുകയും അവിടെ നിന്നും അനുകൂലമായിട്ടുള്ള ഒരു വിധി നേടിയെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ക്ലിയർ? സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.